മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ പ്രണയം നിഷേധിക്കരുത്. ആമിറിന്റെ കൊട്ടാരത്തിനരികിൽ നിന്നും കളഞ്ഞു കിട്ടിയൊരു വജ്രമുത്താണ് നീ. ഭയം കൊണ്ട് നിന്നെ സ്വന്തമാക്കാനോ സ്നേഹം കൊണ്ട് നിന്നെ നഷ്ടപ്പെടുത്താനോ എനിക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ആരെങ്കിലും സംസാരിക്കോ? ആമീറിന്റെ കൊട്ടാരത്തിന് കളഞ്ഞു കിട്ടിയ വജ്രമുത്ത്. പിന്നെന്ത് ഡ്രാമാറ്റിക് ആയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓരോരുത്തർക്ക് കിടക്കുന്നുണ്ട് സ്ഥലം. അവിടെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകണ്ട. ഇമാരെ ഇറങ്ങിയില്ലേ? ഇറങ്ങണല്ലോ എന്നെ വിളിച്ചോണ്ടിരിക്കുക. സാധനം എടുത്ത് വെക്ക. ഇതെടുത്ത് അവിടെ കൊണ്ടുവയ്ക്ക്. ക്യാൻസർ കേസിട്ടൊന്നുമല്ലേ. എടാ ഇതെടുത്തിട്ട് കണ്ടാ ഇവിടെ ഇങ്ങനെ കൊണ്ട് വെക്കാൻ. മനസ്സിലായോ? അത് ചേട്ടൻ ചെയ്തില്ല, ഇനി ഞാൻ ചെയ്യണോ? അപ്പൊ എല്ലാ പണി ഞാൻ തന്നെ എടുത്തോളാം. കൊള്ളാം, എല്ലാരും പണി പഠിച്ചു തുടങ്ങി. ഇവന്റെ ഉറപ്പ് കിടക്കും. ഇവിടെ കിടക്കണം. നീ ഇവിടെ കിടന്ന് ഉറങ്ങാണോ? പഠിച്ചോ? ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു. എന്താ ഇത് ബർത്ത്ഡേ വിഷയം. ആനുവെന്നോ? ആ, അവിടെ നിന്ന് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതൊക്കെ അറിയുന്നുണ്ടല്ലേ? ഈ സീനിലെ ഡയലോഗുകൾക്ക് കുറച്ച് ഡ്രാമയില്ലേ? ഡയലോഗിൽ ഡ്രാമ. എടാ, സിനിമ എന്ന് പറഞ്ഞ ഡ്രാമയല്ലേ? നീ ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് എന്നാ സംഭവിക്കുന്നത്? പന വളയ്ക്കുന്നു, പോത്തിന്റെ പുറത്ത് വരുന്നു, ഡാം പൊളിച്ചു വിടുന്നു. അപ്പൊ ഇതൊന്നും ഡ്രാമയല്ലേ? അതെ. പക്ഷെ ഇത് കുറച്ച് പൈങ്കിളി കൂടുതലല്ലേ? പൈങ്കിളി. നിനക്ക് അവളെ ഇഷ്ടല്ലേ? എടാ, സ്വന്തമായിട്ടൊരു ഡയലോഗ് പറഞ്ഞ് നീ അവളെ വളയ്ക്കുന്നു എനിക്കൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഡയലോഗ് അത്. ഇതെങ്കിലും പറഞ്ഞു നമ്മളെ വളയ്ക്കാൻ നോക്ക്. അതെ, ഇല്ലെങ്കിൽ സാധനം എടുത്ത് വിൻസെന്റ് കൊടുക്കും. വേണോ? എന്താ ഇവിടുത്തെ വാടക കൊടുക്കാൻ പറഞ്ഞു സാറേ. ദൈവം, ഇവിടെ റെന്റ് കൊടുക്കണോ? അപ്പൊ നിന്റെ സ്വന്തക്കാരനെ വിടാന്ന് പറഞ്ഞിട്ട്? ഇല്ല, അത് കുഴപ്പമില്ല, അത് വൈകിട്ട് കൊടുത്താലും മതി. അയ്യോ, അതുകൊണ്ടാ ആ ബംഗാളികൾ ഇതിന്റെ സാധനം എടുത്ത് പൊട്ടിച്ച പിന്നെ അതിന് കാശ് കൊണ്ട് നമ്മളെടുത്ത് കൊടുക്കേണ്ടി വരും. വാ, ഇപ്പൊ തന്നെ കൊടുത്തേക്കാം. നീ ഡയലോഗ് പഠിച്ച അവളുടെ കൂടെ പോയിരുന്ന് പ്രാക്ടീസ് ചെയ്യണം. പോടാ, നീ വാടാ. അല്ല സാറേ, എന്തെങ്കിലും ഉച്ചക്ക് ഫുഡ് ഉണ്ടാവും. അരിയുടെ വീട്ടിൽ നിന്ന് മേടിച്ചു തരാം. വാ. ആനി, ആനി. ആ, വിനു. എന്താ വിനു? ഞാൻ വാ, ഇരിക്കടാ. എന്താ? ലിയോൺ നമ്മളോട് ഈ സീനൊന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വിനു വായിച്ചോളൂ. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട്. നമുക്കിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമുണ്ടാവും. ആനിയുടെ ബർത്ത്ഡേക്ക് ബർത്ത്ഡേക്കോ? അല്ല, ലക്ഷ്മിയുടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഞാൻ ഗിഫ്റ്റായിട്ട് വരുന്ന സീനാണ് എടുക്കാൻ പോണത്. ഇത് താഴെ ഞാൻ ഗിഫ്റ്റായിട്ട് വന്നിട്ട് ഐ ലവ് യു ലക്ഷ്മി. ഐ ലവ് യു ലക്ഷ്മി എന്നോ? ബർത്ത്ഡേക്കോ? അല്ല, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ലക്ഷ്മി. ഓക്കെ എന്ന് പറഞ്ഞ് ഗിഫ്റ്റിന് അങ്ങോട്ട് തരും. ഓക്കെ, എന്നിട്ട് 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 ആനയുടെ കാല് പിടിച്ച്, അല്ല ലക്ഷ്മിയുടെ കൈ പിടിച്ച് കുറച്ച് അടുപ്പിച്ച് എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എന്നിട്ട് കുറച്ചും കൂടി ചേർത്ത് ലക്ഷ്മിയുടെ ചുണ്ടിൽ ചുംബിക്കും.
ഇതൊക്കെ സ്ക്രിപ്റ്റിൽ ഉള്ളതാണോ? അതെ, ആണോ? ലിയോണിപ്പോ എഴുതി ചേർത്താ. ശരി, അപ്പൊ ഞാൻ ലിയോണോട് ചോദിക്കാം. ലിയോ, ഞാൻ കൈന്നിട്ടതാ, കൈന്നിട്ട് പോയി. എന്താ വിനോദ്, നമ്മൾ തമ്മിൽ ഇപ്പൊ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താ അത് വർക്കൗട്ട് ആവുന്ന വിനുവിന് തോന്നുന്നുണ്ടോ? ഡാ. എടാ, നീ വിചാരിക്കും പോലെ അവളുടെ മനസ്സിലെങ്കിൽ നീ ഇല്ല. അങ്ങനെയായിരുന്നു അവര് നേരത്തെ നിന്റെ അടുത്തേക്ക് വന്നേനെ. ഇതിപ്പോ എത്ര വർഷമായടാ ഇത് ഇവിടെ? എന്തൊരു ചൂട്. ഞാനിനി ഇവിടെ നിൽക്കണില്ല, എങ്ങോട്ടെങ്കിലും പോവാ. കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. കാശൊക്കെ ഞാൻ ഒപ്പിച്ചു തരാം. നീ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് കഴിയുമ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിക്ക്. ഇവിടെ നിന്നാ നീ അവളെ ആലോചിച്ച് വെറുതെ വിഷമിച്ചിരിക്കുള്ളൂ, ഒരു കാര്യം ഉണ്ടാവില്ല. ഡാ, അവളാ കായലുമതിയുടെ പെങ്ങളാ. 10 പൈസയില്ല മൂട്ടി തുണിയില്ലാത്ത നിന്റെ പുറകെ അവള് വരൂല. മിനിമം ഒരു പുളുങ്കൊമ്പലെങ്കിലും അവള് കയറി പിടിക്കുള്ളൂ, അതുറപ്പാ. നീ കഴിക്ക. കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തോളാം, ഞാൻ വിളിക്കാം. ബൈ. അനി, പോടാ. ബൈ. ഞാൻ കൊണ്ടുവന്ന ആലോചന വേണ്ടാന്ന് വെച്ച് നിന്റെ പെങ്ങള് പോയി കണ്ടെത്തിയ പുതിയ ബന്ധം കൊള്ളാം. എടാ, നീയൊക്കെ എവിടത്തെ ആങ്ങളെയാ ആൽബി? ഞാനിത് എന്നാ ചെയ്യാനാച്ചോ? ഞാൻ പറഞ്ഞാലും അവള് കേൾക്കുകയല്ല. എടാ, പെമ്പിള്ളാർക്ക് ഈ പ്രായത്തിൽ അങ്ങനെ പലതും തോന്നും. പക്ഷേ പറയേണ്ടവര് പറയേണ്ട പോലെ പറഞ്ഞാൽ അവര് പിന്മാറും. ആൽബി, ഈ സന്ദർഭത്തിൽ ബുദ്ധിയാ ഉപയോഗിക്കേണ്ടത്, മനസ്സിലാവുന്നുണ്ടോ? ഹലോ. ഹലോ. പ്രൊഫസറെ, ഞാൻ ആനിയുടെ ബ്രദറാ, ആൽബി. പറയൂ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നിന്റെ ചേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. നിന്നെ വളർത്തി വലുതാക്കിയത് അവരല്ലേ. നിന്റെ പഠിപ്പും കാര്യങ്ങളെല്ലാം അവർ നോക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോളും. അവനെക്കുറിച്ച് അവർ പറഞ്ഞെന്താണെന്ന് അറിയോ? ഞാൻ അറിഞ്ഞത് വെച്ച് വളരെ വൃത്തികെട്ടവനാ. പിന്നെ ഈ പ്രേമം, അതൊരു പ്രേതത്തെ പോലെ അവിടെ കണ്ട് ഇവിടെ കിടന്ന് പലരും പറയും. ഇങ്ങോട്ട് നോക്ക്, ആരും കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സാധനമില്ല. നന്നായി പഠിക്കുക, പഠിപ്പ് മാത്രം ശ്രദ്ധിക്കുക, ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളും. ഒക്കോ. എനിക്ക് ഈ പറഞ്ഞാളെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശില്പ, ഞാൻ അവനെ കുറിച്ച് ശരിക്കും അന്വേഷിച്ചു. നാട്ടിൽ ഇത്ര മനകെട്ടൊരുത്തം വേറെ ഇല്ല. എനിക്ക് എൻ്റെ പെങ്ങളുടെ ജീവിതം വെച്ച് കളിക്കാൻ പറ്റുമോ? ശില്പ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവളൊന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കണം, പ്ലീസ്. എടാ ലിയോണേ, നീ എവിടെയാടാ? ഞാൻ ബീച്ചിലുണ്ട് ചേട്ടായി. നിന്റെ വിവരമൊന്നുമില്ലല്ലോ. നിന്റെ ഈ ഷോർട്ട് ഫിലിം ഒക്കെ നടക്കുന്നുണ്ടോ? ഉണ്ട് ചേട്ടായി. പിന്നെ ചെറിയൊരു സിനിമയുടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. എടാ ഈ കായലിന്റെ പശ്ചാത്തലൊരു സിനിമ എടുക്കാൻ എന്നെ വയസ്സാവൂടാ? അതിപ്പോ പറഞ്ഞ അതൊക്കെ നമ്മൾ ചെയ്യാന്നേ. അല്ല, ഒരു 3-4 സിയറിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലേ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാന്നേ. നീ ഒരു പണി ചെയ്യേ, നീ നാളെ വൈകിട്ട് എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് ഒന്ന് വാ.
എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇപ്പം നിനക്കുള്ളൂ. മോളെ, ഇനി നീ അവനായിട്ട് ഒരു ബന്ധത്തിന് നിൽക്കണ്ട. കാശിന് വകയില്ല, കയറിക്കെടുക്കാൻ ഒരു കൂരയില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് നോക്കി. എന്നാലും കാര്യം കഴിഞ്ഞ് അവൻ ഇട്ടേച്ച് പോയില്ലെന്ന് എന്നാടി കൊച്ച ഉറപ്പ്? മോളെ, നീ ചേട്ടായി ഒന്ന് പറയുന്നത് കേക്ക്. നിന്റെ പ്രൊഫസർ, നമ്മുടെ ശില്പ, ലിയോൺ, ഇവരാരെങ്കിലും ഒരാൾ അവനെ പറ്റി നല്ലത് പറഞ്ഞോ? ഇല്ല. അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടായി അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചേനെ. ഇതിപ്പോ പക്ഷെ നമുക്ക് രണ്ടുപേർക്കും നല്ലതേ വരും. നൈസായിട്ടങ്ങ് ഒഴിവാക്കി കളഞ്ഞല്ലേ.